എന്റെ മക്കളെ അച്ഛൻ നെഞ്ചത്ത് നിറങ്ങടാ. അയ്യോ അച്ഛന് ശ്വാസം മുട്ടാ. എന്റെ മക്കളെ കാലേ കയറല്ലടാ. ഇവിളി പിള്ളേരെ ഏൽപ്പിച്ചിട്ട് എവിടെ പോയി? എടി അന്നെ. അയ്യോ എനിക്ക് വയ്യായേ. അയ്യോ സ്കൂൾ അടയ്ക്കേണ്ടിയില്ലായിരുന്നേ. എന്റെ നെഞ്ചിന് ശ്വാസം മുട്ടുന്നേ. അയ്യോ ഇതാണ് ആരാടാ ഈ വെക്കേഷൻ കണ്ടുപിടിച്ചത്? ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ വെക്കേഷൻ തീരുന്നതിന് എന്റെ മക്കൾ എനിക്ക് കൊട്ടേഷൻ തരും. അയ്യോ ചിരി 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 ഏഷാ ചിരി. സ്കൂൾ അടയ്ക്കുമ്പോഴത്തേന് കൊച്ചു പിള്ളേരുടെ വീട്ടിലുള്ള അച്ഛന്മാരുടെ എല്ലാം ഗതി ഇത് തന്നെ കേട്ടോ. എന്നെ പറഞ്ഞ എറിയാന്ന് എന്റെ പൊന്നമ്മച്ചി ഇവിടെ ഇവിടെ പോയി. എടി അന്നേ എന്റെ ഭാര്യയുടെ ശബ്ദമാണ് കേട്ടത്. കെട്ടിക്കൊണ്ട് വന്നപ്പോൾ നല്ല കുയിൽനാഥമായിരുന്നു. എന്റെ പിള്ളേരോട് ഞാൻ ഒച്ച വെച്ച് അവസാനം അവളുടെ ശബ്ദം ഇപ്പൊ സാമിലിൽ തടിയിറക്കുന്ന ഒച്ചയാണ്. നിങ്ങൾക്ക് കേട്ടില്ലേ? ഒന്നുകൂടെ ഞാൻ വിളിക്കാം. എടി അന്നേ എരിക്കല്ല് പൊട്ടിപ്പോവേ. എടി എന്റെ പൊന്നു ദൈവമേ, ഈ പിള്ളേർത്ത് അടങ്ങിയിരിക്കാൻ പറ. എന്തോ അവിടെ കിടന്ന് കലകലകലകലേ. എടി ഈ പിള്ളേർത്ത് അടങ്ങിയിരിക്കാൻ പറഞ്ഞത് എന്തൊരു ശല്യമാണ് ഇത്. അയ്യോ പണ്ട് നിങ്ങളൊന്ന് അടങ്ങി ഇരുന്നിരുന്നെങ്കിൽ ഈ പിള്ളേർ ശല്യം ഇപ്പൊ ഓടി അവിടുന്ന്. എടി നീ അതും പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ നീ? അതെങ്ങനെയാ? അവന്മാരെന്നെ പിടിച്ച് ഇവിടെ കെട്ടിയിട്ടേക്കുമല്ലയോ? എന്തോ കുരുത്തക്കെട്ടേ. 3 എണ്ണത്തിനെ ഞാൻ ചാക്കിനകത്ത് കെട്ടി വേറെ റബ്ബറും കാട്ടിൽ കൊണ്ടുതന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റബ്ബറും കാട്ടിൽ കൊണ്ട് കളയും ഞാൻ. ഞങ്ങൾ എടുത്തോളാം. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. അതെ, ഈ ചാക്കി കെട്ടി കളയാൻ കൊണ്ട് വെച്ച കുട്ടികളെവിടെ? എന്റെ പിള്ളേർ ആക്രി കുഞ്ഞുങ്ങളോ? അതല്ല, പിന്നെ ഞാൻ അവരെ കാണാനായിട്ട് വന്നതാ. ആഹാ ഇതാര് നോക്കട്ടെ. സാർ എവിടെ നിന്ന് വരുവാ? ഞാൻ ട്യൂഷൻ സെന്ററിൽ നിന്ന് വരുവാ. ഒട്ട മീശാൻ പറ്റിട്ട് ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുക പൊടിയും കേട്ടോ. പഠിച്ചോണ്ടിരിക്കുവല്ല, പിന്നെ സക്സസ് ട്യൂഷൻ സെന്ററിന്റെ പ്രിൻസിപ്പാളാണ്. പേര് അലക്സ് ബി എൻ. ലക്സ്ബിയനോ? ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇവിടെ എത്ര കുട്ടികളുണ്ട്? ഇവിടെ മൊത്തം 3 കുട്ടികളുണ്ട്. എല്ലാം സാറിന്റെ തന്നെ ആണോ? ഇല്ല, ഞാൻ ചാമ്പ്യന്ന് കുലുക്കി ഇടുവാ. എനിക്ക് വാടക എടുത്ത് വെക്കാൻ പറ്റും. എല്ലാം എന്റെ കുട്ടികൾ തന്നെ ഇത്. അതല്ല, സാറിന്റെ 3 കുട്ടികളെയും എനിക്ക് തരികയാണെങ്കിൽ അവരെ ഞാൻ ഉയരങ്ങളിലേക്ക് എത്തിച്ച് നാളെയുടെ നല്ല പൗരന്മാരായിട്ട് വാർത്തെടുക്കും. അപ്പൊ ഈ വാർക്കാനുള്ള കമ്പിയും സിമെന്റും ഒക്കെ ഞങ്ങൾ മേളിൽ കൊണ്ടുവരണോ അതോ സാർ അതൊക്കെ വെച്ച് വരുമോ? അതല്ല, ഞാൻ പറയുന്നത് അച്ഛന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആര്? അച്ഛന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അച്ഛനാ? അത് എന്റെ കുട്ടികളുടെ അച്ഛനല്ലേ? അതല്ല, ഞാൻ എപ്പോഴാ നിന്റെ വീട്ടിൽ വന്നത്? അതല്ല, ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികളുടെ അച്ഛനല്ലേ? ഞാനോ? ആ അയ്യോ ഉയരണിഞ്ഞു പോയി. അതെ, ഞങ്ങൾ ഈ ട്യൂഷൻ സാറുമാരൊക്കെ എവിടെ പോയാലും അങ്ങനെ കാരണം ഞാൻ അച്ഛാന്ന് വിളിക്കൂ. അല്ല, അതല്ല, ഞങ്ങളുടെ ഒരു ശൈലിയാണ് അത്. അല്ല, എനിക്ക് ഈ അച്ഛാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എന്റെ പേര് വിളിക്കുന്ന താല്പര്യം. ഓക്കേ, ഹലോ മിസ്റ്റർ മലയണ്ണാൻ. മലയണ്ണാനോ? അല്ല, ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മലയണ്ണാൻ. ആണ്ടടാ, മലയണ്ണാനല്ല, എം.എ. ലാൽ ആൻഡ് അന്ന. അന്ന എന്റെ ഭാര്യയുടെ പേര്, എം.എ. ലാൽ എന്റെ പേര്. അല്ല മലയണ്ണാനല്ല, പറഞ്ഞ മനസ്സിലായോ? അതെ, ഈ കണ്ണാടി വെച്ച് വായിക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പമാ. വായിച്ചെങ്കിൽ അങ്ങ് പറന്ന് തെള്ളിയനായിരുന്നു കണ്ണാടി വെച്ചിരുന്നെങ്കിൽ കേട്ടോ. അല്ല, ഈ ട്യൂഷൻ സെന്റർ പേരെന്താ പറഞ്ഞത്? സക്സസ് ട്യൂഷൻ സെന്റർ. നല്ല സൂപ്പർ സെന്റർ. എന്റെ 3 മക്കളെ അവിടെ തന്നെ പഠിപ്പിക്കും. ആ മരം അനുഭവിക്കണം. ഒറ്റയ്ക്ക് ഇന്ന് പിറുപിറുക്കുന്നേ? ഇല്ല, ഭയങ്കര കുരുത്തക്കേട്, അതുകൊണ്ട് പറഞ്ഞു. അയ്യോ, ഈ കുരുത്തക്കേടിനെ ഇങ്ങനെ കുറ്റം പറയരുത്. പിന്നെ ബുദ്ധിയുള്ള കുട്ടികൾക്ക് കുരുത്തക്കേട് ഉണ്ടാവും. കുരുത്തക്കേടുള്ള കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവും. എന്റെ ദൈവം, ഇത് ആദ്യത്തെ ഒരു അറിവാ. സാർ പ്ലീസ് കേട്ടോ, ഇരിക്കൂ. ഇരിക്കൂ സാർ, ഇരിക്കൂ. ഇത് എന്റെ 2ാമത്തെ മോന്റെ ബുദ്ധിയാണ് കേട്ടോ. എന്നെ മറിച്ചിടാൻ വേണ്ടി ആശ്രമം അറുത്ത് വെച്ചിരുന്നതാ കേട്ടോ. എങ്ങനെയുണ്ട് 2ാമത്തെ ബുദ്ധി? നല്ല ബുദ്ധി. ഇതുമാരെ ഞാൻ പണ്ട് അയ്യോ ഇതും അവന്റെ ബുദ്ധിയാണോ? അവനെ വീഴ്ത്താൻ വേണ്ടി ഞാൻ അറുത്ത് വെച്ചിരുന്ന എന്റെ ബുദ്ധിയായി. നല്ല ബുദ്ധിയുള്ള ഫാമിലി. എല്ലാം പറ്റിയോ സാറേ? ഒന്നുമില്ല, ശരിയാവും. ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അല്ലേ പോന്നിടത്തല്ല ഇങ്ങനെ വീഴുവാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരു ചോദ്യം. അല്ല, ഒന്നുമില്ല, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. എന്റെ പൊന്ന് സാറേ, ഇവരൊക്കെ ഇങ്ങനെ. പക്ഷെ എന്റെ മൂത്തവനോട് എന്ത് സ്നേഹമെന്നറിയോ? അവൻ എന്റെ അടുത്ത് ചോദിക്കും, അച്ഛാ അച്ഛന് നല്ല നുണക്കുഴി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്ത് ഗ്ലാമർ ആയിരുന്നു അറിയാവോ? അത് ശരിയാ, ഒരു 2 നുണക്കുഴി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതെ, ഞാൻ പറഞ്ഞു മോനെ അച്ഛൻ നുണക്കുഴിയൊന്നുമില്ല. അപ്പൊ പറഞ്ഞു അയ്യോ വേണ്ടച്ചാ, ഞാൻ സെറ്റപ്പ് ചെയ്തൊരച്ചാന്ന് പറഞ്ഞു. ഞാൻ ഓടി തള്ളിക്കാന്നു. അയ്യോ, ഒരു കൊച്ചു കുഞ്ഞിന്റെ ആഗ്രഹമല്ലേ അച്ഛൻ 2 നുണക്കുഴി ഇട്ട് തന്നാൽ അവിടെ നിന്ന് കൊടുത്തുകൂടായിരുന്നോ? ഡ്രില്ലിംഗ് മെഷീൻ ഓൺ ചെയ്തോണ്ട് വരിക നുണക്കുഴി ഇടാനായിട്ട്. ഞാൻ നിന്ന് കൊടുക്കാം. ഇപ്പം അവസാനം എനിക്ക് ശവക്കുഴി തോണ്ടിയായിരുന്നു കേട്ടോ. അയ്യോ, പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ ആൺകുട്ടികൾക്ക് അല്പസ്വല്പം കുരുത്തക്കേടൊക്കെ കാണും. പക്ഷെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ ഭയങ്കര സൈലന്റ് അല്ലേ? അതെ, എന്റെ 3ാമത്തത് മോളാകട്ടെ. അതെ, അവളാണെങ്കിൽ ഈ പാചക കലയിലൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പെൺകുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ വേണം. സാറേ, ഒടിഞ്ഞെടുക്കുന്ന കസേര കണ്ടു? കഴിഞ്ഞ ആഴ്ച ഞാൻ അതിനകത്ത് പത്രം വായിച്ചു വന്നപ്പോൾ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ചൂടടിച്ചു.
മേപ്പോട്ട് നോക്കിയപ്പോ എന്റെ മോള് തലയെ അലപ്പ് കൂട്ടി ചായ ഇടുക, വായിക്കാത്ത വിറവ് കൊള്ളി. ഞാൻ ചോദിച്ചു എല്ലോ അതെന്തോ ഉണ്ട് വായി വിറവുള്ളി ഇരിക്കില്ലേ? അപ്പൊ പറഞ്ഞ അച്ഛാ ഗ്യാസ് കിട്ടാനില്ലെന്ന്. ഗ്യാസ് കിട്ടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവള് കണക്ഷൻ കൊടുത്തേനായിരുന്നു. മനസ്സിലായോ? വിഷമിക്കണ്ട, ഈ കുരുത്തക്കേടുകളൊക്കെ മാറ്റാൻ സക്സസ് ട്യൂഷൻ സെന്റർ അല്ല സക്സസ് ട്യൂഷൻ സെന്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഓഫറുകളുമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. അല്ല, ഈ ഓഫർ എന്ന് പറഞ്ഞ സാർ അത് കേക്കട്ടെ. അതായത് ഉദാഹരണത്തിന് ഉച്ചയ്ക്ക് സ്കൂളിൽ കഞ്ഞിയാണെന്ന് വെച്ചോ, അങ്ങനെയെങ്കിൽ ട്യൂഷൻ സെന്ററിൽ മന്തിയായിരിക്കും. അല്ല, അതങ്ങനെ ശരിയാവും? സ്കൂളിൽ നിന്ന് കഞ്ഞിയും കുടിച്ചിട്ട് ഇവിടെ നമ്മൾ ചമ്മന്തിക്ക് തമ്മിൽ താമസിക്കത്തില്ല. അയ്യേ, ചമ്മന്തി അല്ല, പിന്നെ മന്തി, കുഴിമന്തി. അത് നല്ല ഏർപ്പാടാ കേട്ടോ. അതായത് നിങ്ങൾ അഡ്മിഷൻ ഫീസായിട്ട് ഒരു 5000 രൂപ അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല വീക്ഷണം, നല്ല ശിക്ഷണം, നല്ല ഭക്ഷണം. ശരിക്ക് ക്ഷീണിക്കണം. ആര്? ഞാനേ. എന്തിന്? ഈ 5000 രൂപയ്ക്ക് 5 15,000 രൂപ അടയ്ക്കണ്ടേ? ശരിക്ക് ക്ഷീണിച്ചേ പറ്റുള്ളൂ. അത് വേണം. കുഴപ്പമില്ല, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് എനിക്ക് വലുത്. എനിക്കും അത് തന്നെയാണല്ലോ വലുത്. അതായത് ഇവിടുത്തെ കുട്ടികളുടെ ഈ പഠന നിലവാരമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? വേറൊന്നും കൊണ്ടല്ല, എന്റെ മൂത്ത മോനെ കുറിച്ച് പൊക്കി പറയാന്ന് പറയുന്നത് ഒരു അച്ഛന്റെ അഹങ്കാരമാണെന്ന് തോന്നരുത്. എന്റെ മോന്റെ പ്രോഗ്രസ് കാർഡും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലൂടെ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അതെന്ത് പറ്റി? അപ്പോഴേ ട്രെയിൻ നിർത്തും. ട്രെയിൻ നിർത്തുവോ? പ്രോഗ്രസ് കാർഡ് മൊത്തം ചുമപ്പ് പറയാമോ? വിഷമിക്കേണ്ട, ആ ചോപ്പ് വരെയൊക്കെ നമുക്ക് മാറ്റാം. അതിനല്ലേ സക്സസ് ട്യൂഷൻ സെന്റർ ഉള്ളത്. അവിടെ എന്തുമാത്രം ഓഫറുകളാ ഉള്ളത്. മനസ്സിലായില്ല? അതായത് ആഴ്ച PTA മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പറ്റത്തില്ല, അച്ഛന്മാർക്ക് ആഴ്ച വന്നിരുന്നാൽ ഞങ്ങൾ ജോലിക്ക് പോണ്ടായോ? അവിടെയാണ് പ്രത്യേകത. ഒരു 2000 രൂപയും കൂടെ അധികം അടച്ചു കഴിഞ്ഞാൽ ഈ PTA മീറ്റിങ്ങിന് നിങ്ങൾക്ക് പകരം വേറെ അച്ഛനെ ഞങ്ങൾ അവിടെ കൊണ്ടിരുത്തും. നിങ്ങളുടെ കുട്ടിയുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് പറയും. ആ അച്ഛന്മാര് കരഞ്ഞു മെഴുകി അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. നിങ്ങൾക്ക് വീട്ടിൽ ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ല, എത്ര അടക്കണം പറഞ്ഞു? 2000 രൂപ. ചുരുക്കി പറഞ്ഞാ ഞാൻ 2000 രൂപ കൊടുത്ത് വേറെ അച്ഛനെ പിടിച്ച് അവിടെ സ്ഥാപിക്കണം. അതല്ലേ ഈ പറഞ്ഞു വരുന്നത്? അത് തന്നെ. കുഴപ്പമില്ല, 2000 വേണിയില്ല. എനിക്ക് എന്റെ കൊച്ചുങ്ങളെ പഠിത്തമാണ് വലുത്. എനിക്കും അത് തന്നെയാണ് വലുത്. വെരി ഗുഡ്. പിന്നെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വെറൈറ്റി ഒരു ഓഫർ, ഒരു ട്യൂഷൻ സെന്ററും തരാത്തൊരു ഓഫറാണ് ഞാൻ ഇനി അങ്ങോട്ട് വെക്കാൻ പോകുന്നത്. അതെന്തോന്ന്? അതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂത്ത മകന് കണക്കിൽ 50-ൽ 50 മാർക്ക് കിട്ടുന്നതായിട്ടൊന്ന് ചിന്തിച്ചേ. എത്ര? 50-ൽ 50. 50 മൂത്ത മോന്. ഇടയ്ക്ക് 4 എത്ര നേർപ്പിച്ച അച്ഛൻ 28 എന്ന് പറഞ്ഞവനാ 50 വായിക്കാൻ പോകുന്നു. അല്ല, അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി. ഒരു കാര്യം ചെയ്യും, ചെറുക്കന്റെ മാർക്ക് ലിസ്റ്റ് ഇവിടെ ഉണ്ടോ? മാർക്ക് എന്തിന്? ഒന്ന് കാണിക്കും, ഞാൻ പറഞ്ഞു തരാം. ഇവിടെ വേണ്ട, കാണണം. സാറേ, മൊത്തം മുട്ടപ്പൂജിയുവാ, പുറത്ത് പറയാൻ നാണക്കേടാ കേട്ടോ. അത് കുഴപ്പമില്ല. ഇതിനാണ് സക്സസ് ട്യൂഷൻ നൽകുന്ന സ്പെഷ്യൽ ഓഫർ AI കണ്ണടകൾ. മനസ്സിലായില്ല? ഇത് വെക്കൂ. ഇനി ആ മാർക്ക് ലിസ്റ്റോട്ട് നോക്ക്. ഫുൾ A+, മുട്ടപൂജ്യം. ഫുൾ A+, മുട്ടപൂജ്യം. എങ്ങനെയുണ്ട്? സൂപ്പർ ഹിറ്റ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്ന കണ്ണടയാണ്. അപ്പൊ നിങ്ങൾക്ക് മാനസികമായിട്ട് യാതൊരു വിഷമവും വരത്തില്ല. എന്നാ ഈ കണ്ണട ഇട്ടിട്ട് എന്റെ ഭാര്യ ഒന്ന് നോക്കട്ടെ. ഈ കണ്ട ഭാര്യ ഒന്ന് നോക്കട്ടെ. എന്തിനാ അങ്ങനെ ഭാര്യ നോക്കുന്നത്? അല്ല, അവളും കണക്കാ, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ആ കണക്ക് തെറ്റിക്കാനുള്ള കണ്ണാടി ഒന്നും ഇതുവരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നാളെ തന്നെ നിങ്ങൾ 50,000 രൂപ ഫീസ് കെട്ടി വെച്ച് പിള്ളേരെ അവിടെ ചെന്ന് ചേർത്തോ. അല്ല സാറേ, എന്തായാലും എന്റെ പിള്ളേരുടെ ഭാവിയാണല്ലോ എനിക്ക് വലുത്. എനിക്കും അത് തന്നെയാണല്ലോ വലുത്. അല്ല, ഈ 50,000 നാളെ മറ്റോ 2 ദിവസം നീട്ടി വെച്ച് തരാൻ പറ്റും? അത് നടക്കത്തില്ല. നാളെ തന്നെ 50,000 രൂപ കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്തേ പറ്റൂ. അല്ല സാർ, 2 ദിവസം നീട്ടി വെച്ചതായെന്നേ. അയ്യോ, നാളെ തന്നെ 50,000 രൂപ തരണമെന്ന്. സാർ, നാളെ തന്നെ തരണം. സാർ ഇത്ര വാശി പിടിക്കുന്നതിന്? എനിക്ക് എന്റെ മക്കളുടെ ട്യൂഷൻ ഫീസ് അടക്കണ്ടേ? സാറിന്റെ മക്കൾ സാറിന്റെ ട്യൂഷൻ സെന്ററിലല്ലേ പഠിക്കുന്നത്? ഇല്ല, അവരെ ഊട്ടിയിലാ. പിന്നെ ഊട്ടിയിലല്ലേ. ഇവിടുത്തെ എന്ത് വിദ്യാഭ്യാസം? ഊട്ടി എന്നൊക്കെ പറയുമ്പോ നല്ല 1-ാം തരം ഹൈടെക് വിദ്യാഭ്യാസമല്ലേ. അത് ശരി. എനിക്ക് എന്റെ മക്കളെ ഭാവിയാണല്ലോ വലുത്. കാശുള്ളവൻ ഊട്ടി, ഇല്ലാത്തവൻ വീട്ടി. അയ്യോ സാറേ, അതല്ല. ഇറങ്ങടാ പാട്ടി. വെക്കേഷന് പറ്റിയ ഒരു സ്കിറ്റ് അല്ലേ? പറ്റിയ സ്കിറ്റും ഇന്ന് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന പ്രശ്നവും വീട്ടിൽ നെഞ്ചത്ത് കയറിയിരുന്നായിരിക്കും ഇടിയിട്ടല്ലേ അച്ഛന്മാർക്കൊക്കെ. സ്കൂളടപ്പല്ലേ അത് പിള്ളേരുള്ള ഏക വ്യക്തി ഇവിടെ അഖിൽ ചേട്ടനായിട്ട് അഖിൽ ചേട്ടൻ രണ്ടുപേരും ഒന്നൊന്നിന് മെച്ചം. ചില സമയത്ത് അടി കൂടും, ചില സമയത്ത് ഇതേപോലെ സ്നേഹമില്ല. ഞാൻ കവലൂരിന്റെ വീട്ടിൽ ചെന്നപ്പോഴേ കവലൂരിന്റെ മൂത്ത മോള് ഐഫോൺ വേണോ എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഐഫോൺ വേണം. ഞാൻ നോക്കിയപ്പോ കറക്റ്റ് ഇപ്പൊ ഇറങ്ങിയില്ലേ 17. അപ്പൊ അത് ഓറഞ്ച് കളറാണല്ലോ ട്രെൻഡ് ആയത്. ഒരു ഓറഞ്ച് കളർ ഫോൺ കൊണ്ടുവന്നു. ഞാൻ എടുത്തപ്പം ഒരു പേസ്പോർട്ട് പെട്ടിയില് കറക്റ്റ് ഐഫോൺ ഉണ്ടാക്കിയേക്കുന്നവള്. അവളെ ഈ ക്രാഫ്റ്റിന്റെ ഭയങ്കര ആളാണ്. അത് വരപ്പ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ശ്വേത ചേച്ചി അവിടെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ വെക്കേഷൻ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്? നോ പ്രോബ്ലം. സേഫ് ആണെന്നാണോ? മോള് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ പുറത്തത്തെ ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്യാൻ നിർബന്ധിക്കും. അത് മാത്രം എന്റെയും അവളുടെ ഇടയിൽ അടിയാണ്. പക്ഷെ ഞാൻ അവിടുന്ന് ഒന്ന് ഇറങ്ങിയാൽ വഷളാക്കാൻ വേണ്ടി ഒരു ഭർത്താവ് രക്ഷയില്ല.
അപ്പോൾ ഞാനും ശ്രീയും അപ്പോൾ വെക്കേഷൻ ടൈം ആകെ മൊത്തം ഒരു അടിപിടിയുള്ള ഒരു ഇതാണ്. എൻ്റെ ശ്രീന്റെ കൂടെ, ശ്രീന്റെ മോളുടെ കൂടെ, മോൾക്ക് എൻ്റെ കൂടെ, അങ്ങനെ ഒരു ഇത് നടന്നു. ഒരു ത്രികോണ മത്സരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിലെ നിയമം എന്ന് വിളിച്ചാലോ? ഗുഡ്. ഓക്കെ, ഇനി ഇവരുടെ സ്കിറ്റിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു അച്ഛൻ, പറ്റിയൊരു ട്യൂഷൻ സെന്റർ നടത്തുന്ന ഒരാള്. സജീവണ്ടായി അല്ല, എനിക്ക് വെച്ചേക്കണ കാണുമ്പോഴേ അതല്ലാണ് എനിക്ക് സജീവന്റെ നൈറ്റ് ഇട്ടാണ് കൊതിയാവും. ആദ്യം വന്നപ്പോ അങ്ങനെ തോന്നിയായിരുന്നു മിസ്. അതല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ നടക്കട്ടെ എന്നാണ് അങ്ങനെ വരുന്നത്. കൊച്ചിലെ കണ്ട് ശീലിച്ചു പോയതുകൊണ്ട് അതെ. ഞാൻ പെറ്റി വീണപ്പോഴേ പാല നൈറ്റ് ഇട്ടുണ്ടല്ലോ. Alright, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, നോക്കാം. Alright, 17,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. യെസ്. ക്രെഡിറ്റ്. അപ്പൊ എല്ലാരും ആഗ്രഹിക്കുന്ന പോലെ നൈറ്റ് ഇട്ട് ഒരു വരുവാണെങ്കിൽ അല്ലെ, ഒരു പക്ഷേ ബാറ്ററി ഒക്കെ ചാർജ് ഒന്നും കൂടെ കേറി ഇതിക്ക് മേലെ നമുക്ക് പിടിക്കാം. പിന്നെന്താ? എന്ത് പറയുന്നു? Okay. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്.